നെക്സ്റ്റ് മെന്റൽ ഡൊമൈനിൽ എന്തൊക്കെയാണ് ഡെഫിനിഷൻസ് നോക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ എഫക്ട്സ് നോക്കാം. എന്താ ഫോർമൽ ഓപ്പറേഷണൽ തിങ്കിങ് ആണ്. അക്കോർഡിംഗ് ടു Pageant, adolescents enter the stage of formal operations where they can think logically about abstract concepts and hypothetical situations. ഇപ്പൊ തിങ്കിങ് സ്കിൽസ് എന്തായി ഒത്തിരി ഡെവലപ്പ് ആയി. ഓക്കെ, അപ്പം എന്താണ് ഈവൻ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആലോചിച്ചുണ്ടാക്കുന്ന കാര്യമാണ്. അത് പെർട്ടിക്കുലർലി അവിടെ ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല, അത് സംഭവിക്കുന്നതാണോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ പോലും ആലോചിക്കാൻ എന്തായി കഴിവ് നേടിക്കഴിഞ്ഞു. പിന്നെ എന്താണ് ഇംപ്രൂവ്ഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണ്. അതായത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഫിസിക്കലി എന്തായി ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തായി പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഡെവലപ്പ് ചെയ്തു. എൻഹാൻസ്ഡ് എബിലിറ്റി ടു പ്ലാൻ, ഓർഗനൈസ് ആൻഡ് എക്സിക്യൂട്ട് കോംപ്ലെക്സ് ടാസ്ക്. അതായത് എന്തെങ്കിലും ഒരു ജോലി കൊടുത്താൽ, എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ നീറ്റായിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഉള്ള കഴിവുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ദേ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ലോങ് ടേം കോൺസിക്വൻസസ് ഓഫ് ദെയർ ആക്ഷൻ. ഇതുവരെ എന്താണ് ഇപ്പൊ ചെയ്താൽ ഇപ്പോൾ റിസൾട്ട്, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഇങ്ങനെ, ഇത്രയേ ഉള്ളൂ, ഇത്രേ അറിയത്തുള്ളായിരുന്നു. പക്ഷെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലാവുമ്പോഴേക്ക് എന്താണ് ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കൊന്നും ആവാൻ പറ്റില്ല എന്നൊരു റിയലൈസേഷൻ, ഒരു ലോങ് ടേം റിയലൈസേഷൻ ഓഫ് ദെയർ ഇഫക്ട്സ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് മനസ്സിലാക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. പിന്നെ എന്താ മെറ്റാകോഗ്നിഷൻ. മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, adolescents develop metacognition abilities allowing them to think about their own thinking process. അതായത് നമ്മുടെ ചിന്തകൾ എങ്ങനെയാ പോകുന്നതിനെ കുറിച്ച് പോലും എന്തായി ചിന്തിക്കാനുള്ള കഴിവ് ആർജിച്ചു. ഓക്കെ, ആൻഡ് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദെയർ ലേണിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. എങ്ങനെ ഞാൻ പഠിക്കണം, എന്തൊക്കെ ഡിസിഷൻസ് ഞാൻ എടുക്കണം, അതായത് സ്വയമേ തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് അറിയുന്ന ഒരു പ്രായമാണ് എന്ത് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. പോയിന്റ്സ് നോക്കിയേ, കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ട് അല്ലേ, ജനറൽ ആയിട്ട് ബ്രെയിൻ ഡെവലപ്മെന്റും നമ്മൾ എന്താ പറയുക പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണെങ്കിലും റെക്കഗ്നിഷൻ സ്കിൽസ് ആണെങ്കിലും ഓപ്പറേഷണൽ തിങ്കിങ് ആണെങ്കിലും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വയമേ ഉള്ള തിങ്കിങ് പ്രോസസ്സിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതിനാണ് എന്ത് പറയുന്നത് മെറ്റാകോഗ്നിഷൻ. അത് ഡെവലപ്പ് ചെയ്യും. പിന്നെ എന്താണ് ഒരു ഐഡന്റിറ്റി ഫോർമേഷൻ അല്ലേ, ഞാൻ ആരാണെന്ന് അറിയുമ്പോൾ നമുക്ക് തന്നെ എന്തായി ഒരു ഐഡന്റിറ്റി ഫോർമേഷൻ ആയി. പിന്നെ എന്താ സോഷ്യലും മോറൽ ഡെവലപ്മെന്റ് എന്തായാലും ഉണ്ടാവുമല്ലോ, ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്, മോറൽ ഡെവലപ്മെന്റ് ഉണ്ട്. പിന്നെ എന്താണ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിങ്. നമ്മൾ സ്വയമേ തന്നെ പല കാര്യങ്ങളും എന്താ ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, ഇത് പഠിക്കണം, പഠിക്കണ്ട എന്നുള്ള കാര്യങ്ങളെല്ലാം എന്തായി നമ്മൾ തന്നെ ഡിസിഷൻസ് എടുത്ത് തുടങ്ങി. പിന്നെ എന്താണ് ഇൻഡിപെൻഡൻസ്, ഓട്ടോണമി. ഓക്കെ, നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുകയും ചെയ്തു. ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ വിഷ് ചെയ്യുന്നതും എന്താണ് ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളതാണ്. പിന്നെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഉണ്ട്. റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വരും വരായികകൾ അറിഞ്ഞാൽ കൂടി ചില കാര്യങ്ങളിൽ റിസ്ക് എടുക്കാൻ റെഡിയാവുന്ന ഒരു പ്രായവുമാണ് എന്ത്, നമ്മൾ പറയും ചൂട് ചോരയാണ് അല്ലേ, അതാണ് പറയുന്നത്. നെക്സ്റ്റ് ഇമോഷണൽ ഡൊമൈനിലെ ഡെവലപ്മെന്റ്സ് നോക്കാം. എന്തൊക്കെയാണ് ഹൈറ്റ് ആൻഡ് ഇമോഷൻസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഏജിൽ. അഡോളസൻസ് എക്സ്പീരിയൻസ് മോർ ഇന്റൻസ് ഇമോഷൻസ് ഡ്യൂ ടു ഹോർമോണൽ ചേഞ്ചസ് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ എന്താ പറയാ ഇമോഷണൽ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ വഴക്ക് പറയാറൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ അത് അവരുടെ കുഴപ്പമല്ല, അതെന്താണ് ഹോർമോണൽ, അവരുടെ ഉള്ളിൽ നടക്കുന്ന ഹോർമോണൽ ചേഞ്ചസിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് എന്ത് ഹൈറ്റൻഡ് ഇമോഷൻസ്. പിന്നെ എന്താണ് ഐഡന്റിറ്റി ഫോർമേഷൻ അല്ലേ, ക്രിട്ടിക്കൽ പീരീഡ് ഫോർ എക്സ്പ്ലോറിംഗ് ആൻഡ് ഡെവലപ്പിംഗ് എ സെൻസ് ഓഫ് സെൽഫ് ആൻഡ് പേഴ്സണൽ ഐഡന്റിറ്റി. സ്വയം എന്താണെന്ന് അറിയുന്ന ഒരു പ്രായമാണിത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ ഭയങ്കരമായിട്ട് സെൽഫായിട്ടുള്ള ഒരു അവയർനെസ് ഉള്ള ഒരു സമയമായിരിക്കും ഇത്. പിന്നെ നമുക്ക് എന്താ പറയാ ഇതിനൊരു ഇൻഫ്ലുവൻസും ഉണ്ട്, ഈ സെൽഫ് അവയർനെസ്സിന് ഒരു ഇൻഫ്ലുവൻസും കൂടെ ഉണ്ടാകുന്ന ഒരു പ്രായമാണ്. പിന്നെ എന്താണ് ഇൻക്രീസ്ഡ് ഓട്ടോണമി, ഡിസയർ ഫോർ ഇൻഡിപെൻഡൻസ് ഫ്രം പേരൻസ് ആൻഡ് അതോറിറ്റി ഫിഗേഴ്സ് ലീഡിങ് ടു പൊട്ടൻഷ്യൽ കോൺഫ്ലിക്ട്സ് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് റെഗുലേഷൻ. അതായത് താൻ തന്നെ ചെയ്യുന്ന ശരിയെന്ന് വിചാരിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ആയത് അല്ലേ. അപ്പം എന്താ പറയാ ഒരു ഇൻഡിപെൻഡൻസ് ക്രേവ്, ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലാതാണെങ്കിലും എല്ലാം എന്താണ് എനിക്ക് എൻ്റെ ഡിസിഷൻസ് എടുക്കാൻ പറ്റണം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കാണില്ലേ ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ കുഞ്ഞുങ്ങളിൽ അല്ലേ. പിന്നെ പോയിന്റ്സ് നോക്കിയാൽ എന്തൊക്കെയുണ്ട്, ഇൻക്രീസ്ഡ് ഇമോഷണൽ സെൻസിറ്റിവിറ്റി അല്ലേ, നമ്മൾ പറഞ്ഞു ഹൈറ്റ് ആൻഡ് ഇമോഷൻസ് ആയിരിക്കും. പിന്നെ എന്താ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് അവയർനെസ്, സ്വയമേ മനസ്സിലാക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ്. ബെറ്റർ ഇമോഷണൽ കൺട്രോൾസ് വരും, ഇമോഷണൽ റെഗുലേഷൻസ്, പെട്ടെന്നൊന്നും കരയത്തില്ല. പിന്നെ എന്താണ് ഹോർമോണൽ ചേഞ്ചസ് ഒത്തിരി നടക്കുന്നതുകൊണ്ട് തന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഇമ്പൾസീവ് ആയിരിക്കും, പെട്ടെന്നായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. പിന്നെ എംപതി ആൻഡ് കമ്പാഷൻസ് എന്തായാലും നന്നായിട്ട് കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ്. അതിനുശേഷം പിന്നെ പറയുന്നത് എന്താണ് പിയർ ഇൻഫ്ലുവൻസ് ആൻഡ് റിലേഷൻഷിപ്സ് എന്നാണ് പറയുന്നത്. അതായത് കൂട്ടുകാർക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രായം കൂടിയാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പ്. പിന്നെ അറ്റാച്ച്മെന്റ് ആൻഡ് ഇന്റിമസി ഉണ്ടാവുന്ന ഒരു പ്രായം കൂടിയാണ് എന്ത് ഈ ഒരു ഏജ് ഗ്രൂപ്പ്.
നെക്സ്റ്റ് വരുന്ന എന്താണ് സോഷ്യൽ ഡൊമൈനിലെ ഡെവലപ്മെന്റ്സ് ആണ്. സോഷ്യൽ ഡൊമൈൻസിൽ എന്തൊക്കെയാന്ന് നോക്കാം. പിയർ റിലേഷൻഷിപ്പ്, അതായത് കൂട്ടുകാർക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ്. ഫ്രണ്ട്ഷിപ്പ് ഡീപ്പൻ ആൻഡ് പിയർ ആക്സെപ്റ്റൻസ് ബിക്കംസ് എ മേജർ ഫോക്കസ്. അതായത് നമ്മുടെ ഗ്രൂപ്പിൽ എന്നെ റെക്കഗ്നൈസ് ചെയ്യണം, ഞാൻ ആരാന്ന്, എനിക്കൊരു പേര് വേണം എന്നുള്ള ഫീൽ ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഇത്. നെക്സ്റ്റ് എന്താണ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് അല്ലേ, മറ്റേ സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ഏജ് ഗ്രൂപ്പും ഇതാണ്. ഇപ്പൊ ഞാൻ ഒരു ബോയ് ആണെങ്കിൽ ഒരു ഗേളിനോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ഈ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പാണ്. സോ റൊമാൻറ്റിക് റിലേഷൻഷിപ്സും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. പിന്നെ എന്താണ്, സോഷ്യൽ ഐഡന്റിറ്റി. അഡോളസൻസ് സ്റ്റാർട്ട് ടു അലൈൻ ദംസെൽഫ് വിത്ത് സോഷ്യൽ ഗ്രൂപ്പ്സ് or kinds of contributing to their sense of identity and belonging. ഓക്കെ, സോ എന്താണ്, ഒരു സോഷ്യൽ ഇൻവോൾവ്മെന്റും കൂടെ ഈ ഒരു പ്രായത്തിൽ കാണാം നമുക്ക്. പോയിന്റ്സ് നോക്കിയാൽ എന്തൊക്കെയാണ്, ഷിഫ്റ്റ് ഫ്രം ഫാമിലി ടു പിയർ ഫോക്കസ്. അതായത് ഫാമിലി, ഇതുവരെ ഫാമിലി എല്ലാം ആയിരുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പൊ എന്തായി, ഫ്രണ്ട്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏജ് ആയി. നമ്മൾ കണ്ടു പല സ്റ്റേജസ് നോക്കിയപ്പോൾ എന്താണ്, പയ്യെ ഇത് മാറി വരുന്നുണ്ടായിരുന്നു അല്ലേ. ഫ്രണ്ട്സിന്റെ ഇമ്പോർട്ടൻസ് ആദ്യം കുഞ്ഞിന് വേണ്ടായിരുന്നു, പിന്നെ കളിക്കാൻ വേണമായിരുന്നു, പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് പയ്യെ കൂടി വരുന്നത്. ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അതിന്റെ എന്താ പറയാ, മെച്ചുറേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഭയങ്കരമായിട്ട് ഫ്രണ്ട്സിന് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് ഇത്. പിന്നെ പിയർ റിലേഷൻ, അത് തന്നെയാണ് പറയുന്നത്. പിന്നെ എന്താണ്, സോഷ്യൽ സ്കിൽസ് ഡെവലപ്മെന്റ്, ഈ പറഞ്ഞ സോഷ്യൽ ഐഡന്റിറ്റി ഡെവലപ്മെന്റ് ആണ്. പിന്നെ എന്താണ്, മോറൽ ആൻഡ് എത്തിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു പ്രായവും കൂടിയാണിത് അല്ലേ. നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന ഒരു പ്രായം എന്താണ്, ഈ അഡോളസൻസ് ആണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കുട്ടികളിൽ കാണുന്ന ട്രെൻഡ് എന്താണ്, സോഷ്യൽ മീഡിയ ആൻഡ് ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ്. ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾ. പിന്നെ നെക്സ്റ്റ് എന്താണ്, എംപതി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ലീഡർഷിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. നമുക്കൊരു എന്താ പറയാ, ഒരു മെന്ററെ മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു റോൾ മോഡലിനെ നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ആയത് അല്ലേ. പിന്നെ എന്താണ്, കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ ഇൻവോൾവ്മെന്റ്സും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്.